ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ്. നമ്മൾ സാധാരണ നമുക്ക് കറികളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് കറിവേപ്പില, ഇല്ലേ? അതുപോലൊക്കെ മുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് കറിവേപ്പില. പക്ഷേ ഇതൊന്നുമല്ല ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു പുതിയ ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള കിച്ചണിലെ ദുർഗന്ധം അകറ്റാനും, പ്രത്യേകിച്ച് നമ്മളെ ചിക്കൻ, മട്ടൻ, അതുപോലെ തന്നെ മീൻ ഇതൊക്കെ തയ്യാറാക്കുന്നുണ്ട്. നമുക്ക് അടുക്കളയിൽ എന്തൊക്കെയാണെങ്കിലും ഒരു ചെറിയൊരു ബാഡ് സ്മെല്ല് വരാറുണ്ട്. അത് പോകാനും കുറേ ക്ലീനിങ്ങിനും വേണ്ടിയിട്ട് എങ്ങനെ ഈ ഒരു കറിവേപ്പില യൂസ് ചെയ്യാമെന്നുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ കറികളിലിടാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വലിയ പൈസ ചിലവൊന്നുമില്ലാത്ത മിക്കവാറും എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു കറിവേപ്പില. അപ്പം നമുക്ക് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4-5 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിന് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇലയെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. ഈ ഇല നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നീ തുടച്ച് അല്ലെങ്കിൽ കഴുകിയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിത് ഇവിടെ കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പേ എന്നത്തെ പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാനൊരു 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കറിവേപ്പിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയെല്ലാം ഒന്നിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഇതിൻ്റെ എസൻസ് ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ ഈ കറിവേപ്പില നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ടുണ്ട്. ആ ഒരു വെള്ളം ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് തണുക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വെള്ളം ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീട്ടിൽ കിച്ചണിലൊക്കെ നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ നമ്മൾ തയ്യാറാക്കി കഴിയുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും ആ ഒരു സ്മെല്ല് പോകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഇതുപോലൊക്കെ നമ്മളൊന്ന് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കിച്ചണിലെല്ലാം ഇതുപോലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും. കാരണം നമ്മളിത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അണുക്കൾ ഇല്ലാതാവാനും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ ഒരു ബാക്ടീരിയ ഒക്കെ നശിക്കാനും ആ ഒരു ചീത്ത സ്മെല്ല് പോകാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കറിവേപ്പില വെള്ളം കുറച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി, ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു കറിവേപ്പില നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിലേക്കൊരു കോട്ടൻ്റെ തുണി കൊണ്ട് മുക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേസ്റ്റും കരിയാപ്പിലയുടെ പേസ്റ്റും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ ആണെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ, നിറം മങ്ങിയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ പുതുപുത്തൻ പോലൊക്കെ ആയിരിക്കും നമ്മുടെ പാത്രം ഇരിക്കുന്നത്. സ്റ്റീൽ പാത്രങ്ങളെല്ലാം നമുക്ക് ഇതുപോലൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. കുറേ നാളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുന്നതാണ് ഈ പാത്രങ്ങളുടെയൊക്കെ ആ ഒരു പുതുമ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ഇതേപോലൊക്കെ നമ്മൾ കറിവേപ്പില പേസ്റ്റ് അല്ലെങ്കിൽ കറിവേപ്പില വെച്ചിട്ടുള്ള ഈ വെള്ളം, കുറച്ചുകൂടെ നല്ലത് കറിവേപ്പിലയുടെ പേസ്റ്റ് ആയിരിക്കും. പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ വെളിച്ചെണ്ണയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നല്ലൊരു പുതുപുത്തനായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ, ഇതേപോലെയൊക്കെയുള്ള ഗ്ലാസ്സുകളൊക്കെ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പുതുമ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഗ്ലാസ്, സ്റ്റീൽ പ്ലേറ്റുകളെ, സ്പൂണുകളെ എല്ലാം നിങ്ങൾക്ക്, സ്റ്റീൽ തവികളെ, ഇതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ തുടച്ച് വെക്കാവുന്നതാണ്. തുടച്ച് വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് വീണ്ടും ഇത് തുടച്ച് ഈ ഒരു വെള്ളവും കരിവേപ്പില വെച്ചിട്ടുള്ള ആ വെള്ളവും എണ്ണയും കൂടെയുള്ള ആ മിക്സ് നമുക്ക് തുടച്ച് കളയാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ. അപ്പോൾ ഇനി ഞാനൊന്ന് കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ച് കാണിക്കാം.
അപ്പോൾ ഇതാ ഞാൻ വേറൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചു. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ ആദ്യം കണ്ട ആ ഒരു കളറാണോ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലാസ് ഞാൻ ഇതുപോലെ. അപ്പോൾ നിങ്ങൾ എല്ലാ പാത്രങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ഇത് വെച്ച് ഒന്ന് തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നിങ്ങളൊന്ന് തുടച്ച് നോക്കുക. പുത്തനായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഇതുപോലെ കബോർഡൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റീലിൻ്റെ തടിയുടെയൊക്കെ കബോർഡ് ഇതുപോലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറേ നാളായി കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു പുതുമ നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഒരു കറിവേപ്പില ഈ ഒരു വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് കോക്കനട്ട് ഓയിൽ തന്നെ നിങ്ങൾ ചേർക്കണം. വേറെ ഒരു എണ്ണയും ഉപയോഗിക്കരുത്. ഇതുപോലൊക്കെ നമ്മളൊന്ന് തുടച്ചെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഒരു കോട്ടൺ തുണി വെച്ച് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നല്ല പുത്തനായിട്ടിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, തുടച്ചപ്പോൾ തന്നെ നമുക്ക് ആ ഒരു കളർ കാണാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയുടെ വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വെള്ളത്തിൽ ഇത് അരിയുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഗ്യാസ് സ്റ്റോപ്പ് നമ്മൾ എത്ര കുക്ക് ചെയ്താലും എണ്ണമയോ അതുപോലെ കുക്കിങ്ങിൻ്റെ ഐറ്റംസൊക്കെ ഇതുപോലൊക്കെ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ വീഴാറുണ്ട്. അപ്പോൾ ആ ഒരു എണ്ണമയമൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കരിയാപ്പിലയുടെ വെള്ളത്തിൽ അല്ലെങ്കിൽ കരിയാപ്പില പേസ്റ്റ് എടുത്തിട്ട് ഇതുപോലെ ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് തുടച്ച് നോക്കിയാൽ നമ്മുടെ ഗ്യാസ് പുത്തനായിട്ടിരിക്കും. അതുപോലെ തന്നെ ആ എണ്ണമെഴുക്കൊക്കെ പോകാനും വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ ഡെയിലി നിങ്ങൾക്ക് ഇതുപോലെ, നമുക്ക് കറിവേപ്പില വലിയ കാശ് കൊടുത്തൊന്നും വാങ്ങേണ്ട, എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഗ്യാസ് സ്റ്റോപ്പ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആ ഒരു ബർണർ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതാ കണ്ടില്ലേ, നിങ്ങൾക്ക് ക്ലീൻ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പുത്തനായിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നില്ലേ? കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ബർണറും അതുപോലെ ഗ്യാസ് സ്റ്റോപ്പും മാത്രമല്ല എല്ലാം നിങ്ങൾക്ക് ഇതുപോലൊക്കെ ക്ലീൻ ചെയ്യാവുന്നതാണ്. പുത്തനായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ പയറ്, കടല, പരിപ്പ്, സാമ്പാർ പരിപ്പ് അങ്ങനെയുള്ള പല ചെറുപയർ അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കാറുണ്ട് ഇല്ലേ? അതൊക്കെ കുറേ നാൾ കഴിയുന്നുണ്ടെങ്കിൽ ഇതിൽ പ്രാണികളൊക്കെ കയറി ഇത് ചീത്തയായി പോകാറുണ്ട്. അങ്ങനെ പോവാതിരിക്കാനും കറിവേപ്പില വളരെയധികം യൂസ്ഫുള്ളാണ്. നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്ത് എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കി ഇലയൊന്ന് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ധാന്യങ്ങളിൽ അതുപോലെ തന്നെ മസാലകളിലൊക്കെ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു നല്ല സ്മെല്ലുണ്ടല്ലോ, അത് കാരണം ഒരു കാരണവശാലും പ്രാണികളൊന്നും കയറാതെ കണ്ട് എത്ര നാൾ വേണേലും കേടുകൂടാതെ നമ്മുടെ ഈ ഒരു പയറുവർഗ്ഗങ്ങളെല്ലാം ഇരിക്കും. അതുപോലെ മസാലയ്ക്കും വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിൻ്റെ സ്ലാബ് ഉണ്ടാവുമല്ലോ, ആ സ്ലാബൊക്കെ നമ്മൾ ഈ ഒരു കറിവേപ്പില വെച്ച് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ചൊന്ന് നമ്മൾ വൈകിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പേ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ നോൺ വെജ് ഐറ്റത്തിൻ്റെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവാനും നമ്മുടെ ഈ ഒരു കറിവേപ്പില വെച്ച് തിളപ്പിച്ച വെള്ളം വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വെളുത്തുള്ളി ഉപയോഗിക്കുന്നവരാണ്. മിക്ക കറികളിലും നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലും അതുപോലെ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ രാവിലെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമുള്ളപ്പോൾ ഇത് വെളുത്തുള്ളി പെട്ടെന്ന് നമുക്ക് തൊലി കളയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തൊലി കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അല്ലി ഓരോന്നായിട്ട് നമുക്കൊന്ന് എടുത്തു വെക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള അല്ലി ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. എന്നുവെച്ചാൽ നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യാനുള്ളത് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ അല്ലിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് ഇട്ട് വെക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് ഫ്രീസറിലേക്കാണ്. ഫ്രീസറിൽ ഇതുപോലെ ഒരു 15-20 മിനിറ്റ് നമ്മളൊന്ന് ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി അല്ലി ഒന്ന് ഇട്ട് വെക്കുക. ഇനി നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ് ഇതെടുക്കാം. അപ്പോൾ അതാ നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്നെടുക്കാം. നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിതിൻ്റെ തൊലി ഇളക്കി എടുക്കാൻ പറ്റും. ദേ കണ്ടില്ലേ?
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളയാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 2 ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.